ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മീനാക്ഷിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ബർത്ത്ഡേ അതിന് ചെറിയ ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടി. എൻ്റെ ഉണ്ണിമോനും അപ്പവും മിയമോളും മീനാക്ഷിയും കൂടി തന്നെയാണ് കേട്ടോ ബലൂണൊക്കെ വീർപ്പിക്കുന്നത്. പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല, അവരെന്നെ വീർപ്പിച്ചോളും. എൻ്റെ അപ്പൂന് മാത്രം അങ്ങനെ അങ്ങോട്ട് പറ്റിയിട്ടില്ല കേട്ടോ, വീർപ്പിക്കാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അവൻ നല്ലോണം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. ഇത് ഉണ്ണിമോനാട്ടോ, അവനൊക്കെ നല്ല ബെസ്റ്റായിട്ട് വീർപ്പിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. അങ്ങനെ അപ്പ് കണ്ടു അമ്മിയമ്മോള് പഠിപ്പിക്കുകയാണ്, അവിടെ എങ്ങനെയാണ് അവിടെ വീർപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്താ നമ്മൾ മീനാക്ഷി ഒരുങ്ങുകയാണ് കേട്ടോ, സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നല്ല സുന്ദരി കുട്ടിയാണ്, എന്നാലും ഒന്ന് ഒരുങ്ങിയാണ്. ബാക്കിൽ ചെയറിലേക്ക് ആരും നോക്കണ്ട കേട്ടോ. പൊതുവേ അധികം വീട്ടിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ഞങ്ങളെ വീട്ടിലും ഉണ്ട് ഇങ്ങനെ ഡ്രസ്സ് കൂട്ടി വെക്കാൻ ഒരു ചെയർ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ സെറ്റാക്കിയതിൻ്റെ അനിയനാണ് കേട്ടോ. പിന്നെന്താ, അത് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിക്കുട്ടി അന്നൊരു ഗൗണാണ് ഇട്ടത്, പച്ച ഗൗണ്, പച്ച കമ്മൽ, പച്ച നെക്ലേസ്, പച്ച ബലൂൺ, അങ്ങനെ ഫുള്ള് പച്ചമയത്തിലായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിൽക്കണ എല്ലാവരും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം, എന്നാലും ഞാൻ പറയാം. എൻ്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും അനിയൻ്റെ വൈഫും പിന്നെ എൻ്റെ ഉണ്ണിമോനും അപ്പവും പിന്നെ മീനാക്ഷിക്കുട്ടിയും മിയമോളും കേട്ടോ. മറ്റേത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അന്ന് മീനാക്ഷിൻ്റെ പപ്പയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന തിരക്കിലാണ്. പിന്നെന്താ, വീഡിയോ എടുക്കണതിനെ കൊണ്ട് ഞാൻ മാത്രം അതിൽ ഇല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. അതൊന്നും നമുക്കിത് കാണുന്നതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെന്താ, എങ്ങനെയുണ്ട് ഞങ്ങൾ ഒരുക്കിയതൊക്കെ, ഭംഗിയുണ്ടോ? ഒരുപാട് ആർഭാടൊന്നുമില്ല, ചെറിയ മാതിരിയാണ്. അവൾക്ക് ഇപ്പം 5 വയസ്സാണ് കേട്ടോ ആയത്. അങ്ങനെ എല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണത് എൻ്റെ അനിയൻ്റെ വൈഫും അനിയത്തിയും പിന്നെ എൻ്റെ അമ്മയും അപ്പൊക്കെയാണ്. കണ്ടില്ലേ, കറക്റ്റ് സമയത്ത് പൊട്ടാത്ത ബോണസ് ഇപ്പോൾ പൊട്ടിയത് കണ്ടില്ലേ. അത് നോക്കണ്ട, അത് അതിന് തോന്നുമ്പോൾ പൊട്ടട്ടല്ലേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഫോട്ടോ സെക്ഷനാണ്, എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ റെഡിയായി നിന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഇവർക്ക് മാമെന്ന് പറഞ്ഞ ജീവനാണ്, അത്രയ്ക്കും ഫ്രണ്ടിനെ പോലെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫർമാരെന്ന് പറയണത് എൻ്റെ അച്ഛനും ഉണ്ണിയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ദീവിൻ്റെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ബായ്.